ഞാൻ എൻ്റെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന എക്സാക്ട് ക്യാമറ സെറ്റിംഗ്സും കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ടിപ്സും ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഓപ്പൺ ക്യാമറ സെറ്റിംഗ്സ്. ഫോർമാറ്റ്സിലേക്ക് പോവുക, എന്നിട്ട് മോസ്റ്റ് കോമ്പാക്റ്റബിൾ ചൂസ് ചെയ്യുക. പിന്നെ ഫോട്ടോ മോഡ് 12 MB മാറ്റി 24 MB ആക്കുക. ദെൻ ടേൺ ഓൺ ProRAW ആൻഡ് റെസൊല്യൂഷൻ കൺട്രോൾ. ഇത് ഓൺ ആക്കുമ്പോൾ ProRAW സെറ്റിംഗ്സ് ക്യാമറ ആപ്പിൽ തന്നെ കാണിക്കും. അതാവുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും വിത്തിൻ ദ ക്യാമറ ആപ്പ് ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ ഒരു പ്രോ ഡിഫോൾട്ട് എന്നുള്ളത് ProRAW Max അപ് ടു 48 MP ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ടു ക്യാമറ സെറ്റിംഗ്സ്. സോ ഇതാണ് എൻ്റെ എക്സാക്ട് ക്യാമറ സെറ്റിംഗ്സ്. ഇതേ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. റെക്കോർഡ് വീഡിയോ ഫോർമാറ്റ് 4K at 30 FPS ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സ്ലോ മോഷൻ 1080p 120 FPS ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സിനിമാറ്റിക് മോഡ് ആണെങ്കിലും 4K 30 FPS തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് സൗണ്ട് സ്റ്റീരിയോ, പ്രിസർവ് സെറ്റിംഗ്സ് എല്ലാം ഞാൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. അതാകുമ്പോൾ ഐ ക്യാൻ ആക്സസ് എവറിത്തിങ് ഫ്രം ദി ക്യാമറ ആപ്പ് ഇറ്റ്സെൽഫ്. ഒപ്പം തന്നെ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മോഡായിരിക്കും ഞാൻ വീണ്ടും ക്യാമറ ആപ്പ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരിക. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ബെറ്റർ കമ്പോസിഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രിഡ് ലൈൻസും ലെവൽസും എപ്പോഴും ഓൺ ആക്കിയിടാറുണ്ട്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ സെറ്റിംഗ്സും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. പക്ഷേ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷറും ഓട്ടോ ഫോക്കസും ലോക്ക് ചെയ്തിടുക. അതിനായിട്ട് കൂടുതൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ ഒരു ഷട്ടർ ബട്ടൺ നിൽക്കാവുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന 15 Pro Max ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും പഴയ ഐഫോണോ അല്ലെങ്കിൽ പുതിയ ഐഫോണോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച സെറ്റിംഗ്സിൽ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് വാല്യൂസ് തന്നെ ചൂസ് ചെയ്യുക. ഞാൻ എൻ്റെ iPhone 11 തൊട്ടിട്ട് ഈ പറഞ്ഞ സെറ്റിംഗ്സ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പുറമെ ഒരു ബോണസ് ടിപ്പും കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ട് സേവ് മാത്രം ചെയ്ത് വെക്കാതെ ഗോ ടു യുവർ സെറ്റിംഗ്സ് ആൻഡ് മേക്ക് ദീസ് ചേഞ്ചസ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സും ടിപ്സും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലെറ്റ് മീ നോ ദി റിസൾട്ട്സ്.